കഴിഞ്ഞ ദിവസം ബോഡി ഷേമിങ് ഇനി റാഗിങ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ള വാർത്ത വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ഈ കളിയാക്കലുകളും പുച്ഛിക്കലും ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് വളരെ താഴെ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു കഥ പറയാം. ഒരു സ്കൂൾ കുട്ടീൻ്റെ കഥയാണ്. ബാക്കിയുള്ള എല്ലാവരും നന്നായി സംസാരിക്കുന്ന ആളുകളാണ്, പക്ഷേ ആ കുട്ടി അത്ര നന്നായി സംസാരിക്കാറില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടി ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കുന്നതിനെ കുറിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് വന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോളെ EMS, വിൻസൻ ചർച്ചിൽ ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? അവരൊക്കെ ലോകപ്രശസ്തരായ മനുഷ്യന്മാരായിരുന്നില്ലേ? കുഞ്ഞിലെ ഞാൻ കിടന്ന് കാര്യം പറഞ്ഞ മോളെ EMS വരും. ഞാൻ പറഞ്ഞു, പക്ഷേ EMS സ്കൂളിൽ പോകുന്നില്ലല്ലോ. ഇപ്പം എന്നെയല്ലേ കളിയാക്കുന്ന പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര മെന്റലി ഹേർട്ട് മീ സോ ബാഡ്ലി. ഇപ്പം എന്നെ കളിയാക്കി ഇറ്റ്സ് ഫൈൻ. ഇപ്പം എന്നെ കളിയാക്കുന്ന പേരുകൾക്ക് കൈ കണക്കില്ല. ലൈക്ക് എൻ്റെ നെറ്റ് കയറിയപ്പോൾ മുതൽ പീപ്പിൾ എൻ്റെ ഫ്രണ്ട്സ് കോൾ മീ മൊട്ടച്ച് മൊട്ടന്ന് വിളിച്ചോണ്ട് തന്നെ അനുമോനെ അല്ലെങ്കിൽ മൊട്ടന്ന് വിളിച്ചോണ്ടിരിക്കും. ഒരു പ്രത്യേകതരം കഴിവാണ്. പക്ഷെ ആ കുട്ടി തളർന്നിട്ടില്ല. ആ കുട്ടി പിന്നെയും പഠിച്ച് കളിയാക്കലുകളും പുച്ചിക്കലുകളും ഒക്കെ കേട്ട് ഇന്നവള് അവർക്ക് കൊടുക്കുന്ന മറുപടി എങ്ങനെയാണെന്ന് അറിയാം. ഇന്ന് അവള് പറയുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടി മാത്രം 1,30,000-ൽ പരം ആളുകൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ തളർത്താൻ 100 ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. തളർന്നോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. നമ്മളാണ് നമ്മുടെ വിധി തീരുമാനം.